ചേട്ടാ ഇനി ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് വരുന്നത്. പക്ഷെ ഈ ഒരു കോംബോ ഒന്നൊന്നര കോംബോ. അതെ, അപ്പൊ രണ്ടുപേര് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ രണ്ടുപേരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആര്യൻകുട്ടൻ and Iris on stage. ഞാൻ ഇന്ന് എംജിങ്ങളുടെ കണ്ടു കിടുക്കാച്ചി പാട്ട് കൊണ്ടുവന്നേ. എനിക്ക് അങ്ങനെ ഒരു കിടുക്കാച്ചി എവിടെങ്കിലും കാണും ഒരു കിടുക്കാച്ചി. മക്കളെ നമുക്ക് 10 മില്യൺ ഒന്നും അല്ല. നമ്മൾ 10 മില്യൺ ഒക്കെ വെറും ചെറുത്. വേറെ ഉണ്ട്, ഇത് ചെറുത്. വേറെ നമ്മളൊക്കെ 30 മില്യൺ ആണ്. പിന്നെ എന്റെ അണ്ണൻ എവിടെ? അണ്ണന് വയ്യ അവിടെ ഇരിക്കുന്നു. അതെ, എനിക്കൊരു റീൽ ചെയ്യണം കേട്ടോ. പുതിയ എന്തെങ്കിലും നമുക്ക് റെഡി ആക്കണം. ഞാൻ നിന്നെ എപ്പോഴേ മക്കളെ ആര് കട്ട് ചെയ്താലും നമ്മളിപ്പൊ ചെയ്യും. റിഹേഴ്സൽ നടക്കുന്നതിനിടെ ചെയ്യും. എന്താടാ പൊന്നെ? എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഏതാ ഡ്രസ്സാണോ? വേണോടാ നിനക്ക്? നല്ല രസമുണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, മാമിന്റെ നല്ല സാരി ഉടുത്തിരിക്കുന്നതാണോ അത് ഇതുപോലത്തെ ഡ്രസ് ഇടുന്നതാണോ കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ? ഇതാ നിങ്ങൾക്ക് കാണാൻ ഏതാ ഇഷ്ടം? കണ്ണടയൊക്കെ വെച്ചപ്പോല്ലേ അപ്പൊ നമ്മളും ബന്ധക്കാരാ. പിന്നെ മാത്രമല്ല ഇപ്പം നമ്മള് ഇത് റീൽ ചെയ്യാൻ പോകുന്ന വേറെ, അത് 30 മില്യൺ. പിന്നെ ഞങ്ങള് ബന്ധുക്കളും കൂടെ ആയി. മൂത്ത അച്ഛനായി ഞാൻ. അങ്ങനെയാണ് ഞാൻ ഐറിസുമായിട്ട് ഒരു റീൽ ഉടനെ വരുന്നതായിരിക്കും. 50 മില്യൺ. നീ പോടാ, ഞങ്ങള് 1 crore വ്യൂസ് കിട്ടുന്നത്. ഞങ്ങളോ കുഞ്ഞമ്മയായിക്കോ? എന്റെ കുഞ്ഞമ്മയുടെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നുണ്ട്. മക്കളെ ഏത് പാട്ടാ അതാണ് പറഞ്ഞ് കിടുക്കാച്ചി. അതെന്താ അതിന്റെ അകത്ത് കിടുക്കാച്ചി? ഇല്ല, അതൊരു ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാട്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. ശരിക്കും ഈ പാട്ട് പാടിയത് രാധികാത്തിലേക്കാണ്. അത് പാടിയതിന് ശേഷം അത് പിന്നെ ലാസ്റ്റിൽ വന്നിട്ട് ചിത്രം വന്ന് പാടുകയായിരുന്നു. എന്തൊക്കെയോ പിന്നെ ഈ ഡയറക്ടേഴ്സിന്റെ തീരുമാനങ്ങളുണ്ടല്ലോ, അങ്ങനെയാണ് മാറിയത്. ഓർക്കണമല്ലോ, നമ്മൾ പലതും ഓർത്ത കാര്യം പറയണമല്ലോ. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ രാധികയെ ഓർക്കുന്നു. കാരണം എൻ്റെ കൂടെ എത്രയോ വർഷം പാടിയ ഒരു നല്ല പാട്ടുകാരിയാണ്. അതായത് ഒരു എന്താണ് പറയുന്നത്, ഒരു ലെജൻഡറി സിംഗറാണ്. നീ എന്നോട് കൂട്ടില്ലല്ലോ അല്ലേ? വെട്ടിയില്ല. ഇനി നമ്മൾ മിണ്ടില്ല. ചേച്ചി പറഞ്ഞു കൊടുത്തന്നെ. ഉറപ്പാണ്? ഉറപ്പാ. ഞാൻ റിവ്യൂ ചേച്ചിയുടെ മിണ്ടും. അതോടാ അച്ഛോ. ശരി ശരി ആയിക്കോട്ടെ. ഫീലായി. എന്റെ ചക്കര മോള് നന്നായി പാട് കേട്ടോ മോളെ. അയ്യോ നന്നായിട്ട് പാട് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു ബെറ്റ്. റിമി പറയുന്നു എന്റെ ചക്കര മോള് നന്നായി പാടും, ഞാൻ പറയുന്നു എന്റെ ചക്കര മോൻ. അപ്പൊ ആരാണോ നന്നായിട്ട് പാടുന്നത് അവർക്ക് നമ്മളൊരു സമ്മാനമുണ്ട്. മാത്രമല്ല ഐറിസ് കുട്ടി മോശമായിട്ട് പാടിയാ ഞാൻ റിമിയുടെ തലയിലിട്ടു അടിച്ചു. പക്ഷെ അവൻ പാടിയ മോശമാക്കിയ എന്നെ അടിക്കും. ഇവിടെ ഇരുന്ന പാത്ത അങ്ങനെ എനിക്കൊരു അവസരം. അപ്പൊ നോക്ക്, മത്സരം തുടങ്ങാണ്. ആർക്കാണ് അടി കിട്ടുന്നത് നമുക്ക് ആലോചിക്കാം. അംഗത്തിന് രണ്ടുപേരും നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ മാത്രമേ ഉള്ളൂ. ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയും. എന്താ പ്രാർത്ഥിക്കുന്ന രണ്ടുപേർക്കും തെറ്റണേ എന്നാ രണ്ടിനും തല്ലി കിട്ടുന്നു. ഇതൊക്കെ തമാശ ആണെങ്കിലും സീരിയസ് ആണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ ഐറിസ് കുട്ടി, ഓൾ ദി ബെസ്റ്റ്. അപ്പുക്കുട്ടാ തൊപ്പിക്കാരായ എപ്പ കല്യാണം? മകരമാസത്തിൽ നേലെ കെട്ടിയിട്ട് അപ്പ കല്യാണം.
അപ്പം ആര്യൻ ഐറിസ്. എന്തോ അപ്പൊ ഇതിൽ ആരാണ് നന്നായിട്ട് പാടിയത്, ആർക്കാണ് മിസ്റ്റേക്സ് വന്നത് അതെ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ചോദ്യം. ആരാരുടെ തല തല്ലി പൊട്ടിക്കും പൊട്ടിക്കും ആ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെ പക്ഷെ അതിനു മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.